ഹലോ. ഓ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ. അതിനൊരു ഒരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സാധനങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ 40 kg ആണ് ഫ്ലൈറ്റിൽ വെയിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കൊറിയർ സർവീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യണവരും അതുപോലെ എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത്രയും കിലോ സാധനങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടം വരെ എങ്ങനെ എത്തിച്ചതെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം ഒരു 58-60 കിലോളം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. പാഴ്സലായിട്ട് കൊറിയർ സർവീസ് ആയിട്ട് കൊണ്ടുവന്നായിരുന്നു. ഫ്ലൈറ്റിൽ എനിക്ക് ആകെ ഒരു 40 കിലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഈ കൊറിയർ സർവീസിൽ കൊടുക്കുക ചെയ്തത്. അപ്പൊ ഞാൻ ലിറ്ററലി എല്ലാം ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് ഇവരെ കൊറിയർ സർവീസിന്റെ അടുത്ത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരാണ് എനിക്ക് ഇത് മൊത്തം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്നത്. അപ്പൊ എനിക്ക് ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം ഇവിടെയുള്ള എന്റെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം എന്റെ ഒത്തിരി ഫ്രണ്ട്സ് എറണാകുളം ഏരിയയിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സർവീസ് ഭയങ്കര യൂസ്ഫുൾ ആവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സർവീസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറിയർ സർവീസിന്റെ പേര് എയർവിച്ച് കൊറിയർ സർവീസ് എന്നാണ്. നമ്മുടെ എടപ്പള്ളിയിലെ മെട്രോ പില്ലർ നമ്പർ 453ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. ഞാനാണെങ്കിൽ ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫ്രഷ് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിച്ച് അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ നന്നായിട്ട് പാക്ക് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് ലേബിളൊക്കെ എഴുതി എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഞാൻ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഇവിടം വരെ എനിക്ക് എത്തിച്ചു തന്നത്. അപ്പൊ എനിക്ക് അവരോട് ഒരു താങ്ക്സ് ഉണ്ട്. പ്ലസ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് ഇതുപോലെ 3 ബോക്സ് ഉണ്ടായിരുന്നു. 2 ബോക്സ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു. ഇതെന്റെ 3ാമത്തെ ബോക്സ് ആണ്. അപ്പൊ ഞാൻ ഇത് നിങ്ങളോട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഞാൻ തുറക്കാതെ വെച്ചേക്കായിരുന്നു. ഇന്ന് നമുക്ക് ആ ബോക്സ് തുറന്ന് കാണാം ഇതിന്റെ അകത്ത് അവരെങ്ങനെയാണ് പാക്ക് ചെയ്തേക്കണേന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ആദ്യത്തെ 2 ബോക്സുകൾ ഓപ്പൺ ചെയ്ത് ഞാൻ അതിലെ പാഴ്സൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് പിന്നെയും അവർ അതിന്റെ അകത്ത് പാക്ക് ചെയ്ത് നല്ല വൃത്തിക്കാണ് എനിക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടിയത്. അപ്പൊ എനിക്കിത് ഈ ഒരു സർവീസ് എന്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യണവർക്കും എന്റെ ഫ്രണ്ട്സിനും ഒരു മെജോറിറ്റി ഓഫ് എന്റെ കമ്മ്യൂണിറ്റി മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെ ഉപകാരമാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുണ്ട്. ഇത് അവര് ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം തുറന്ന് നോക്കാം. കണ്ടോ, അവര് നല്ല കൊണ്ട് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വൃത്തിക്ക് പാക്ക് ചെയ്ത് അവർ ഓരോന്ന് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ആദ്യത്തെ പാഴ്സലാണ്. ഇതിങ്ങനെ വേറൊരു പാക്കറ്റിൽ അവരാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കോക്കനട്ട് തേങ്ങ വറുത്തരച്ചതും പിന്നെ അതുപോലെ ജാക്ക് ഫ്രൂട്ടിന്റെ ചക്ക വരട്ടിയതിന്റെയും കൂടെ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പുറത്ത് വെച്ച് കൊണ്ടുവരാവുന്ന സാധനങ്ങളാണ്. അതുപോലെ ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ടാസ് ഇതിനെ നമ്മൾ കളഞ്ഞു. ഇനി അടുത്ത സാധനം ഇത് ഞാൻ തുറന്ന് നോക്കട്ടെ എന്താന്ന്. ഇതും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്നതും പിന്നെ ചക്ക വരട്ടിയതുമായിരുന്നു. ഇതൊക്കെ ഞാൻ മേടിച്ചത് സാവാസിന്നാണ്. അവർക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ വേണമെങ്കിൽ അവിടെ പോയി മേടിക്കാം.
പിന്നെ അതുപോലെ എല്ലാ ഐറ്റംസും ഇങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്താട്ടോ തന്നിരിക്കുന്നത്. ഇത് ഞാൻ പൗഡേഴ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. കുറെ പൊടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ സാറാഫിന്റെ അവന്റെ ഔട്ട്ലെറ്റ് പോയി എടുക്കുക ചെയ്തത്. പിന്നെ എനിക്ക് അടുത്തത് കാണിക്കാനായിട്ടുള്ളത് പാത്രങ്ങൾ. ഞാൻ ഈ പാത്രം ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ച് ജസ്റ്റ് പാത്രമായിട്ട് അവരേല് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അവര് ഇത് ഇതുപോലെ തന്നെ ബബിൾ റാപ്പർ വെച്ച് റാപ്പ് ചെയ്ത് അതിന്റെ പുറത്ത് സീൽ ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പാത്രം വളഞ്ഞു പോവോ അങ്ങനെയൊന്നുമില്ല. ഇനി ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവര് 6 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. 6 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടും അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ 1 കിലോയ്ക്ക് ഞാൻ 590 ഇന്ത്യൻ റുപ്പി 590 ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ടാണ് ഞാൻ 1 കിലോ സാധനം കൊണ്ടുവന്നത്. അങ്ങനെ ഞാനൊരു ഏകദേശം 58-60 കിലോയോളം കൊണ്ടുവന്നായിരുന്നു. പ്ലസ് ഞാൻ ഫ്ലൈറ്റിലും ഒരു 40 കിലോ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ടോട്ടൽ ഞാനൊരു 100 കിലോ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഞാൻ കാണിച്ചു തരാം പാത്രങ്ങൾ കണ്ടോ. ഇതൊരു അടപ്പാണ്. അപ്പൊ ഈ അടപ്പും ഇതുപോലെ തന്നെ അവരെനിക്ക് നല്ല വൃത്തിക്ക്, ഇതിന് ഒരു ഞെളക്കൊലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നല്ല വൃത്തിക്ക് അവിടുന്ന് മേടിച്ച പോലെ തന്നെ എനിക്ക് കിട്ടി. സോ അങ്ങനെ അടുത്തത് ഞാൻ കൊണ്ടുവന്നത് ഒരു കാസ്ട്രോൾ ആയിരുന്നു. ഒരു കാസ്ട്രോൾ ആയിരുന്നു. ഇപ്പൊ ഈ കാസ്ട്രോളും ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ കാസ്ട്രോൾ ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തത്. അപ്പൊ അത് അവര് കറക്റ്റ് ആയിട്ട് എനിക്ക് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. പിന്നെ അവര് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കാസ്ട്രോളിന്റെ അകത്തും ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഒത്തിരി അവിടുത്തെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി എല്ലാവരും തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാരും പെട്ടെന്ന് തന്നെ എല്ലാം മേടിച്ച് എടുത്ത് കറക്റ്റ് ആയിട്ട് തൂക്കിയൊക്കെ നോക്കി നമ്മളെ വെയിറ്റ് കാണിച്ചു തന്നു അവര് തൂക്കിയിട്ട്. പിന്നെ അതുപോലെ അവർ പറഞ്ഞു എക്സ്ട്രാ ഒരു 2 കിലോന്റെയും കൂടെ അഡീഷണൽ വരും പൈസ. കാരണം ഈ കാർഡ്ബോർഡും ഇതുപോലുള്ള സാധനങ്ങളും റാപ്പും എല്ലാം കൂടെ. അപ്പൊ അതിന്റെയും കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 2 kgയുടെയും കൂടെ പൈസ നമ്മൾ പേ ചെയ്യണം അതിന്റെ കൂടെ. അങ്ങനെ പേ ചെയ്ത് നമുക്കിത് അവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇതെല്ലാം ആ സെയിം സാധനങ്ങളാണ് കണ്ടോ. ഇതിന്റെ ഉള്ളിലും അവർ വൃത്തിക്ക് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതുപോലെ കുറച്ച് പൊടികളും കൂടെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നു. പിന്നെ ഞാൻ അടുത്തതായിട്ട് കൊണ്ടുവന്നതാണ് ഇത് അത്യാവശ്യം നല്ല വലിയൊരു സാധനമാണ്. നമുക്ക് പെട്ടി മൊത്തം തുറക്കേണ്ടി വരും. ഇതാണ് അടുത്ത സാധനം ഞാൻ കൊണ്ടുവന്നത്. ഒരു 5 ലിറ്ററിന്റെ ഒരു 5 ലിറ്ററിന്റെ കുക്കറായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇതും ഇതുപോലെ തന്നെ അവര് വൃത്തിക്ക് പാക്ക് ചെയ്ത് ഇതിങ്ങനെ തന്നെയായിരുന്നു ഞാൻ കൊടുത്തത്. പക്ഷെ ഇതിങ്ങനെ തന്നെ അവര് പാക്ക് ചെയ്ത് വൃത്തിക്കൊന്നും പറ്റാതെ ഇറക്കി വെച്ച് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഈ കുക്കറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഇതിന്റെ പാക്കിംഗ് ഉള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ തുറന്നു നോക്കിയില്ലായിരുന്നു. അപ്പൊ അല്ലാന്ന് തോന്നുന്നു അവര് ഇതിന്റെ അകത്തും സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കുക്കറിന്റെ ഉള്ളിലും അവര് പ്ലാൻഡ് ആയിട്ട് എല്ലാം ഫില്ല് ചെയ്ത് ഒട്ടും സ്പേസ് കളയാത്ത രീതിയിലാണ് പാക്ക് ചെയ്ത് തന്നേക്കുന്നത്.
അപ്പൊ ഒട്ടും എക്സ്ട്രാ സ്പേസ് ആവശ്യം വരത്തില്ല, വെയിറ്റും പോകത്തില്ല. അപ്പൊ കുക്കർ ഓപ്ഷൻ ആണ് ഗൈസ്. നമ്മൾ തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഇത് പാക്ക് ചെയ്യാൻ വേണം, അതുപോലെ തന്നെ നമ്മള് ഇത് അഴിക്കാനും പാടുപെടേണ്ടതാണ്. അങ്ങനെ നമ്മുടെ കുക്കർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുക്കർ തുറന്നെടുത്ത് നോക്കാം. യെസ്, കുക്കറിന്റെ അകത്തും ആ ഒരു സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ തോന്നി. കാരണം ഇത് ഇപ്പൊ നമുക്കറിയാം, നാട്ടിൽ നിന്ന് ഞാൻ എല്ലാവരോടും വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഒരു 100 kg എടുത്ത് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു 100 കിലോ കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നത്, ഇത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റിയെന്നൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് നല്ലൊരു പരിപാടിയാന്ന് തോന്നി. കാരണം നമ്മളിപ്പം 2-3 കൊല്ലമൊക്കെ കൂടി നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പാഴ്സലായിട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് ഇതെല്ലാം ഇവിടെ ലഭിക്കും. നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റും നാട്ടിൽ നിന്ന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. അവർക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യമൊന്നും അറിയത്തില്ല. മേ ബി കാണുമായിരിക്കും, കാണില്ലായിരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരു ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു സർവീസിൽ. എല്ലാം വളരെ നന്നായിട്ട്. ഇതിനു മുന്നേ ഞാൻ ഓപ്പൺ ചെയ്ത 2 പെട്ടിയാണെങ്കിലും എനിക്ക് വളരെ നല്ല രീതിയിലായിരുന്നു അതെല്ലാം കിട്ടിയത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ എയർവിച്ച് എന്നാണ് അവരുടെ കൊറിയർ സർവീസിന്റെ പേര്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെട്രോപില്ല നമ്പർ 453, അതായത് നമ്മുടെ എടപ്പള്ളിയില് മാമംഗലം എത്രയും തൊട്ട് പിന്നെ മാമംഗലം തന്നെയാണ്. അവിടെ ആയിട്ട് മെട്രോപില്ല നമ്പർ 453 ഓപ്പോസിറ്റ് ആയിട്ടാണ് അവര്. അപ്പൊ അവരുടെ ലിങ്ക് ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കമന്റിൽ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഇതുപോലെ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാട്ടിൽ പോയപ്പോ ഇപ്പൊ അവരെല്ലാവരും ഈ ഒരു കൊറിയർ സർവീസിന്റെ ഡീറ്റെയിൽസ് എന്റെ അടുത്ത് മേടിച്ചിട്ടാണ് പോകുന്നത്, അവർക്ക് കൊറിയർ സർവീസ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഇതൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.